നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ സമയം ഇന്നിതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ, ചില പ്രത്യേക റിപ്പോർട്ടുകൾ, ഇതൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. പ്രേക്ഷകർക്കറിയാം, ഇന്ന് വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചത് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്. സംസ്ഥാനത്തുടനീളം പരക്കെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരപ്രകാരം 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചുള്ള വാർത്തായാത്ര ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ പ്രേക്ഷകരുമൊത്തുള്ള വാർത്തായാത്രയാണിത്. നിങ്ങളുടെ ഒരു പ്രതികരണ വേദി കൂടിയാണ് ഈ പരിപാടി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ, ഇതൊക്കെ അറിയിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഈ പരിപാടിയിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്പർ ഇതാണ്: 048428300510. പ്രേക്ഷകരുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ, മഴയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതിൻ്റെ ദൃശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യമുണ്ട്. അതിന് ഉപയോഗപ്പെടുത്തേണ്ട നമ്പർ അതിതാണ്: 6235 96 89 37. ഒരിക്കൽ കൂടി 6235 96 89 37. മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം കലിപൂണ്ടിരിക്കുകയാണ്. പലയിടത്തും ഇപ്പോഴും കനത്ത മഴയാണ് പെയ്യുന്നത്. മഴക്കെടുതിയും അതിരൂക്ഷമാണ്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു എന്നുള്ള വിവരങ്ങൾ രാവിലെ മുതൽ പുറത്തു വരുന്നുണ്ട്. വീടുകൾക്ക് പലയിടത്തും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പുഴകൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിലും ഉണ്ടായി. ഇന്നത്തെ വാർത്താപ്പകലിൽ പുറത്തു വന്ന മഴക്കെടുതിയുടെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അത് കണ്ട ശേഷം തിരികെ എത്താം. അത് കെട്ടിടം മൊത്തം പോയിട്ടുണ്ട്. മോൾ ഭാഗത്തൊക്കെ വിട്ടിട്ടുണ്ട്. അത് കനത്ത മഴയുണ്ടാക്കിയിരിക്കുന്ന ദുരിതം, അതുണ്ടാക്കിയിരിക്കുന്ന ആശങ്ക, അത് ആ ദൃശ്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അറിയണം. എത്ര ദിവസം മഴ തുടരും എന്നുള്ള കാര്യം അറിയണം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്. അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് അത് തുടരും എന്നാണ് നിർദ്ദേശം. അത് തുടരണം എന്നാണ് നിർദ്ദേശം. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ, മഴക്കെടുതി. ഇനി വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എന്തായിരിക്കും? കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അജീഷ്?
റിജിത്ത്, അടുത്ത ഒരാഴ്ച കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദവും രൂപപ്പെട്ടു. ഇതിന്റെ അതുമാത്രമല്ല, അറബിക്കടലിൽ ചക്രവാത ചുഴിയും വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. നാളെ രാത്രി 11:30 വരെ കേരള, തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം. നാളെ 4 ജില്ലകളിലാണ് ഇന്ന് 4 ജില്ലകളിലാണ് അവധി. നാളെ 4 ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ പെയ്യുന്ന കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് പ്രൊഫഷണൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമാകുക. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഈ ആഴ്ച തിരിച്ചുള്ള ഒരു പ്രവചനം പ്രകാരം അടുത്ത 2 ആഴ്ചയും, അതായത് ജൂലൈ 19 മുതൽ 25, 26 വരെയും സാധാരണ കാലയളവിൽ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാലയളവിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളുടെ തീരദേശ മേഖലയിലും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഈ തീരദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിലിനടക്കമുള്ള സാധ്യതയുണ്ട്. മഴക്കെടുതികൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ശരി, രാജേഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കാലാവസ്ഥാ മുന്നറിയിപ്പ് അങ്ങനെയാണ്, ഒരാഴ്ച കൂടി ആ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പ്രത്യേക നിർദ്ദേശം എന്നുള്ള നിലയിൽ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമുണ്ട്. തീരമേഖലകളിൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഇടങ്ങളുണ്ടെങ്കിൽ, അവിടെ വെള്ളം കയറുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 4 ജില്ലകൾക്കാണ് അവധി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളുമായി ബന്ധപ്പെട്ടുള്ള അവധിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ വരികയാണെങ്കിൽ അത് പ്രേക്ഷകരെ ആ സമയം അറിയിക്കുന്നതുമായിരിക്കും. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കണ്ണൂരിൽ വ്യാപക മഴയാണ്. കണ്ണൂർ ചെറുപുഴ കോഴിച്ചാലിൽ ഒറ്റപ്പെട്ട കുടുംബത്തെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. 1.5 മാസം പ്രായമുള്ള കുരുന്നുമായി രക്ഷാപ്രവർത്തകർ അപകടകരമായ പാലം അത് സുരക്ഷിതമായി കടന്നിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ വിവരം പുറത്തു വരുന്നുണ്ട്. അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് മതിലിടിഞ്ഞു വീണു. മുറിച്ചോർ മണ്ണിൽ താഴെ പുഴയോരം ഇടിഞ്ഞു. മട്ടന്നൂർ കൊട്ടാരം പെരിയത്ത് കാർ ഒഴുക്കിൽപ്പെട്ടു. മട്ടന്നൂർ നായിക്കാലിയിൽ പുനർനിർമ്മാണം നടക്കുന്ന റോഡിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. ചെറുപുഴ കോഴിച്ചാലിലെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? അതിൻ്റെ പുതിയ വിവരങ്ങളും സജോ. റിജിത്ത്, ചെറുപുഴ കോഴിച്ചാലിലെ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക്. ആ ദൃശ്യങ്ങൾ ശ്വാസമടക്കി പിടിച്ച് കാണണം. അങ്ങേയറ്റം ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പെരിങ്ങോം ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക്, അവിടുത്തെ ജനപ്രതിനിധികൾക്ക്, നാട്ടുകാർക്കൊക്കെ നമ്മൾ ആദ്യം ഒരു സല്യൂട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആ ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക്. അവിടെ അങ്ങേയറ്റം ദുഷ്കരമായ, ശ്രമകരമായ, അപകടകരമായ ഒരു രക്ഷാപ്രവർത്തനമാണ്. 1.5 മാസം മാത്രം പ്രായമുള്ള കുരുന്നിനെയാണ് രക്ഷാപ്രവർത്തകർ മാറോട് അടക്കി പിടിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ആ ശ്വാസം അടക്കി പിടിച്ചത് നമ്മൾ കണ്ടിരിക്കുന്നു. അതിനുശേഷം ആശ്വാസകരമായ കാര്യമാണ്, അങ്ങേയറ്റം സുരക്ഷിതമായി തന്നെ 1.5 മാസം പ്രായമുള്ള കുരുന്നിനെ അവർക്ക് മറുകര എത്തിക്കാൻ കഴിഞ്ഞു. അവിടെ 5 കുടുംബങ്ങളാണ്. ഈ കോഴിച്ചാൽ ഒരു തുരുത്താണ്. ചെറുപുഴ കോഴിച്ചാൽ, അതായത് കണ്ണൂരിലെ ചെറുപുഴയ്ക്കടുത്ത കോഴിച്ചാലാണ്. അതൊരു തുരുത്താണ്. അവിടുത്തെ പുഴ ഏതാണ്ട് കരകവിഞ്ഞു എന്ന സ്ഥിതിയിലേക്കാണ്. അവിടെ ഒരു മരപ്പാലം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബങ്ങൾക്ക് മറികടന്ന് അവരുടെ വീടുകളിലേക്ക് പോകാൻ ആകെ സാധ്യമായ ഒരു വഴിയും. ആ പാലം തകർന്നു. അതുകൊണ്ട് അവർക്ക് സ്വന്തം നിലയ്ക്ക് പുഴ മുറിച്ചു കടത്തൊന്നും എങ്ങോട്ടെങ്കിലും മാറുക എന്നത് പ്രായോഗികമായിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ സഹായം അവിടുത്തെ ജനപ്രതിനിധികൾ തേടി. അവരെത്തി. അവർ വളരെ സുരക്ഷിതമായി തന്നെ ആ കുരുന്നിനെ പുറത്തേക്ക് എത്തിച്ചു. അക്കാര്യത്തിൽ ആ സേനാംഗങ്ങൾക്ക് നമ്മൾ പ്രത്യേക സല്യൂട്ട് തന്നെ അറിയിക്കുന്നു. ശ്വാസമടക്കി പിടിച്ചാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതെങ്കിൽ കൂടിയും അത് അങ്ങേയറ്റം ആശ്വാസകരമാണ് എന്നതുകൂടി. കാരണം വളരെ ദുഷ്കരമാണ്, ശ്രമകരമാണ് ഈ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ പലതും. അതിലേറ്റവും സന്തോഷിപ്പിക്കുന്ന, കാരണം നമ്മൾ വളരെ ഉദ്വേഗത്തോടെ
കണ്ടിരിക്കുമെങ്കിലും ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു ദൃശ്യമായതുകൊണ്ടാണ് അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ എല്ലാം മറന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് രക്ഷാപ്രവർത്തകർ ഈ ദുരിതം പെയ്തിറങ്ങിയ ഈ കാലത്തും ഉണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗിക്കുക കൂടി ചെയ്യുകയാണ്. കാരണം അവിടെ 5 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത്. വളരെ വേഗത്തിൽ തന്നെ അതിൽ ഇടപെടലുണ്ടായി. ജനപ്രതിനിധികൾ ഇടപെട്ടു, നാട്ടുകാർ ഇടപെട്ടു, രക്ഷാപ്രവർത്തകർ വളരെ വേഗത്തിൽ തന്നെ എത്തി അവരെ ആ കുടുംബങ്ങളെല്ലാം അവിടെ നിന്ന് ഇപ്പോൾ സുരക്ഷിതമായി മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതേസമയം കണ്ണൂരിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ദുരിതം പെയ്തിറങ്ങുകയാണ്. കണ്ണൂരിൻ്റെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ്. മലയോര മേഖലകളിലെ മിക്കവാറും തോടുകളിലും പുഴകളിലും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി തന്നെ കുതിച്ചുയരുന്നുണ്ട്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായ ഒരു സംശയമുണ്ട്. അതാണ് ഈ ഇടങ്ങളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ആറളം പുഴ കരകവിഞ്ഞൊഴുകുകയാണ്, നുച്ചിയാട് പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. ആറളം പുഴ ഒഴുകുന്ന പാലപ്പുഴ പാലം പൂർണ്ണമായി മുങ്ങിയിട്ടുണ്ട്. മണിക്കടവ് മേഖലയിലെ പാലം മുങ്ങിയിട്ടുണ്ട്. മണിക്കടവിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി കണ്ണൂരിലെ മിക്കവാറും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. താഴെച്ചൊവ്വ, എളയാവൂർ, താഴെച്ചൊവ്വയുടെ വെറ്റിലപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, അങ്ങനെ അഴീക്കോടിൻ്റെ ചില ഭാഗങ്ങൾ, കൂത്തുപറമ്പിലെ എടയാർ മേഖല, അത്താഴക്കുന്ന്, അങ്ങനെ നിരവധി മേഖലകളിൽ ഇതിനകം തലശ്ശേരിയിൽ എടുക്കുകയാണെങ്കിൽ തലശ്ശേരിയിലെ ചമ്പാട്, കൂരാറ ഉൾപ്പെടുന്ന മേഖലകൾ, അങ്ങനെ മിക്കവാറും കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും അതിരൂക്ഷമായ വെള്ളക്കെട്ട് തുടരുകയാണ്. മിക്കവാറും വളവട്ടണം പുഴ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നു. ഇതിനിടെ നിരവധി അപകടങ്ങൾ കൂടി ഉണ്ടായതിൽ ഏറ്റവും ആശ്വാസകരമായ മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുള്ളത്, അഞ്ചരക്കണ്ടിയിൽ വിദ്യാർത്ഥികൾ മദ്രസ വിട്ട് നടന്നു പോകവേ മതിൽ ഇടിഞ്ഞ് റോട്ടിലേക്ക് അവരുടെ മുന്നിലേക്ക് പതിച്ചു. അത്ഭുതകരമായ കുട്ടികൾ രക്ഷപ്പെട്ടു. തലനാരിഴയ്ക്കാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങൾ അത് പറഞ്ഞു തരും. ചക്കരക്കല്ലിൽ ഒരു വീടിൻ്റെ മതിൽ ഇടിഞ്ഞ് കാറിന് മുകളിലേക്ക് പതിച്ചു. മട്ടന്നൂർ നായിക്കാലിയിൽ നിർമ്മാണത്തിലിരുന്ന റോഡിൻ്റെ അവശേഷിക്കുന്ന മറ്റൊരു ഭാഗം തകർന്ന് പുഴയിലേക്ക് പതിച്ചു. ഒപ്പം ഈ ചെക്ക് ഡാം, കീഴല്ലൂർ ചെക്ക് ഡാം കരകവിഞ്ഞൊഴുകുകയാണ്. കീഴല്ലൂർ വേങ്ങാട് പ്രദേശത്ത് 20ഓളം കുടുംബങ്ങളെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇളയാവൂരിൽ 30ഓളം കുടുംബങ്ങൾ സ്വയമേവ തന്നെ മാറി താമസിക്കുന്നുണ്ട്. ചമ്പാട്, കൂരാറ ഉൾപ്പെടുന്ന മേഖലകൾ, കുന്നോത്തുപറമ്പയുടെ ചില പ്രദേശങ്ങളൊപ്പം എടയാർ ഉൾപ്പെടുന്ന മേഖലകൾ, അത് കൂത്തുപറമ്പിൻ്റെ മേഖലകളാണ്. അങ്ങനെ കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. അതിശക്തമായ മഴയാണ്, കനത്ത മഴയാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ലഭ്യമായത്. അതിനിടെ ഇന്ന് യഥാർത്ഥത്തിൽ അവധി ഉണ്ടായിരുന്നില്ല. പക്ഷേ വലിയ മഴക്കെടുതിയും ദുരിതങ്ങളും ജില്ലയുടെ വിവിധയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചത്തെ കണക്ക് മാത്രം 200ഓളം വീടുകൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ ഒക്കെ കേടുപാടുകൾ സംഭവിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ നൽകുന്നത്. ഇതിനിടെ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, അതായത് കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ടാണ്, അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. അങ്ങേയറ്റം എല്ലായിടത്തും, അതായത് മഴയുടെ ദുരിതമോ നാശനഷ്ടങ്ങളോ ഇല്ലാത്ത പ്രദേശങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നത് മലയോര മേഖലകളാണ്. അതായത് തളിപ്പറമ്പ്, ഇരിട്ടി, പേരാവൂരിൻ്റെ ഒക്കെ മലയോര മേഖലകൾ, ചെറുപുഴയുടെ മലയോര മേഖലകളിലൊക്കെ, ചെറുപുഴയിൽ ഒരു അല്പം കുറവാണ്, മറ്റിടങ്ങളിൽ അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട്. അതേസമയം മേഖലകൾ വ്യത്യാസമില്ലാതെ ജില്ലയുടെ എല്ലായിടങ്ങളിലും അതിശക്തമായ മഴ. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം, ഇപ്പോഴും അതിരൂക്ഷമായ വെള്ളക്കെട്ട്, വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളത്. അതിനിടെ രക്ഷാപ്രവർത്തനം കൂടി സജീവമായി തന്നെ ഈ ഇടങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായി മാറ്റാനുള്ള നടപടിക്രമങ്ങൾ കൂടി വിജയകരമായി പൂർത്തീകരിക്കുന്നുണ്ട്. അതിൽ ആശ്വാസകരമായ ചില ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ശരി, കണ്ണൂർ ജില്ലയുടെ പൊതുവായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സജു ദേവസ്യ. കണ്ണൂരിൽ അതിശക്തമായ മഴ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായിട്ടുള്ള സാഹചര്യമുണ്ട്. അതിനിടയിലും ശ്വാസം അടക്കിപ്പിടിച്ച് നമ്മളൊരു ദൃശ്യം കണ്ടു. അത് കണ്ണൂർ ചെറുപുഴ കോഴിച്ചാലിൽ നിന്നുള്ളതായിരുന്നു. ഒറ്റപ്പെട്ട കുടുംബത്തെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിൽ തന്നെ 1.5 മാസം പ്രായമുള്ള കുരുന്നുമായ രക്ഷാപ്രവർത്തകർ അപകടകരമായ ഒരു പാലത്തിലൂടെ നടന്ന് അപ്പുറത്തെത്തി സുരക്ഷിതമായ ആ കുട്ടിയെ മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവർക്കും ഒരു സല്യൂട്ട് ഈ ഘട്ടത്തിൽ പറയുകയാണ്. അതുപോലെ അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് മതിൽ ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ ഇന്നത്തെ പകലിൽ നമ്മൾ കണ്ടിരുന്നു. വലിയ അപകടമാണ് അവിടെ ഒഴിവായത്. കണ്ണൂർ ജില്ലയുടെ പൊതുവായുള്ള മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യം, അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സജു ദേവസ്യ. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ മഴക്കെടുതി അതിരൂക്ഷമാണ്. 20 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 634 പേരാണ് നിലവിൽ കഴിയുന്നത്. അതിശക്തമായ മഴയെ തുടർന്ന് തലപ്പുഴ, കാപ്പിക്കളം, പൊയിൽ, പേരിയ മേഖലകൾ വെള്ളത്തിലായിട്ടുണ്ട്. മുത്തങ്ങ മേഖലയിൽ നൂൽപ്പുഴ കരകവിഞ്ഞ് ദേശീയപാത 766 വെള്ളം കയറിയിട്ടുണ്ട്. മാനന്തവാടി വള്ളിയൂർക്കാവിൽ വെള്ളം കയറിയ വീട്ടിൽ നിന്ന് ഉത്തരേന്ത്യൻ കുടുംബത്തെ JCB ഉപയോഗിച്ച് മാറ്റുന്ന ദൃശ്യങ്ങൾ ഇന്നത്തെ പകലിൽ നമ്മൾ കണ്ടിരുന്നു. കനത്ത മഴ തുടരുന്ന വയനാട്ടിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, വലിയ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്ന സ്ഥിതി, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം, മഴയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സുർജിത്ത്? ഏതൊക്കെ മേഖലകളിൽ ഇപ്പോഴും ആശങ്കയുണ്ടാക്കിക്കൊണ്ട് മഴ തുടരുന്നുണ്ട് സുർജിത്ത്? അതിതീവ്ര മഴ ആണ് വയനാട്ടിൽ ഇന്ന് പെയ്തത്. നാളെ ഓറഞ്ച് അലേർട്ടാണ്. ഏറ്റവും ആദ്യം പറയാനുള്ളത്, കളക്ടർ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട്ടിൽ പുഴകൾ കടന്നു പോകുന്നിടത്തെല്ലാം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്.
മുത്തങ്ങ പൊൻകുഴിയിൽ ദേശീയപാതയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട്. മാനന്തവാടി, വള്ളിയൂർക്കാവ്, തലപ്പുഴ, പേരിയ, പനമരം, നിലവിൽ പുഴ, അതോടൊപ്പം നൂൽപ്പുഴ, കൽപ്പറ്റ, മണിയങ്കോട്, കല്ലൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. കന്നാരംപുഴ മുതൽ പനമരം പുഴ, കബനിപ്പുഴ, ചെറുപുഴ അങ്ങനെയുള്ള പുഴകളെല്ലാം തന്നെ കരകവിയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കള്ളാടിപ്പുഴ ചാലിയാറിലേക്ക് പോകുന്നതാണ്. ആ പുഴയും വലിയ അളവിലുള്ള ജലപ്രവാഹമാണ് ഉണ്ടാകുന്നത്. പിണങ്ങോട് പീസ് വില്ലേജ് റോഡും പടിഞ്ഞാറത്തറ ചേരിയൻകൊല്ലി കോളനി റോഡും വെള്ളം തള്ളിയതോടെ തകർന്ന നിലയിലാണ്. മുത്തങ്ങയിലും മേപ്പാടിയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട്. പേരിയയിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് തോണി ഉപയോഗിച്ചാണ്. വള്ളിയൂർക്കാവിൽ ഉത്തരേന്ത്യൻ കുടുംബത്തെ വീട്ടിൽ നിന്ന് മാറ്റാൻ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായം വേണ്ടി വന്നു എന്നുള്ള കാഴ്ചയും ഇന്ന് കണ്ടിരുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിൽ നീരൊഴുക്ക് ഈ കള്ളാടി പുഴയോരത്ത് താമസിച്ചിരുന്ന ഗോത്ര കുടുംബത്തെ പഞ്ചായത്ത് അധികൃതരും പോലീസും ചേർന്നാണ് ബന്ധുവീട്ടിലേക്ക് മാറ്റിയത്. കബനിപ്പുഴ ഒഴുകിയെത്തുന്ന ബീച്ചനഹള്ളി ഡാമിന് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 26 ആയിട്ടുണ്ട്. 1000-ലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളെ ആശ്രയിക്കുന്നത്. പുഴയോരത്ത് താമസിക്കുന്നവരോടും അതോടൊപ്പം തന്നെ ഈ മലയിടിച്ചിൽ ഭീഷണിയുള്ളവരോടും അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാനുള്ള നിർദ്ദേശം അടിക്കടി ആവർത്തിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം. ശ്രീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മലപ്പുറത്തേക്ക് കൂടി പോകേണ്ടതുണ്ട്. മലപ്പുറം തിരൂരങ്ങാടിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പനമ്പുഴ റോഡിലെ 35ഓളം വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. 100ഓളം കുടുംബങ്ങൾ ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരൂരിൽ നിന്ന്. സമീർ, ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ടോ? ഈ വീടുകളിലെ സാഹചര്യം എന്താണ്? അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടോ? അതിനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? സമീർ, പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് സമീർ? റിജിത്ത്, നിലവിൽ തിരൂരങ്ങാടി മേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഈ വീടുകളിലേക്ക് കയറിയിരിക്കുന്ന വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. തിരൂരങ്ങാടി പനമ്പുഴ റോഡ് മേഖലയിൽ ഏതാണ്ട് 35ഓളം വീടുകളിലേക്ക് രാവിലെ മുതൽ തന്നെ വെള്ളം കയറിയിരുന്നു. ഇവ ഒന്നും തന്നെ ഇറങ്ങാത്ത സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. ഇവിടങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ബന്ധു വീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. 100ഓളം വീടുകളെയാണ് നിലവിൽ ഭാഗികമായും ഒപ്പം തന്നെ 35ഓളം വീടുകളെ നേരിട്ടും ഈ വെള്ളപ്പൊക്ക ഭീഷണി ബാധിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ മാറിയിരിക്കുന്നത്. ഈ കടലുണ്ടിപ്പുഴയിൽ നിന്നുള്ള വെള്ളം തോട് മാർഗമാണ് ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ തോടിലുള്ള ഈ ഷട്ടർ കാലപ്പഴക്കം മൂലം ദ്രവിച്ച ഒരു അവസ്ഥയുണ്ട്. അതുമൂലമാണ് വെള്ളം ഇവിടെ തടുത്തു നിർത്താനാവാത്ത വിധം ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഈ സമീപ വർഷങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല എന്ന് ഇവർ വ്യക്തമാക്കുന്നു. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആളുകളെല്ലാം തന്നെ ബന്ധു വീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടലുണ്ടിപ്പുഴയുടെ വെള്ളിലക്കാട് മേഖലയിലും വലിയ രീതിയിലുള്ള അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഭീഷണിയാണ് ഇവിടെ ഉള്ളത്. 15ഓളം വീടുകളിൽ പിൻഭാഗങ്ങളിലെല്ലാം തന്നെ മണ്ണിടിഞ്ഞുകൊണ്ട് പുഴയിലേക്ക് വീടുകൾ നിലംപൊത്തുമെന്നുള്ള ഒരവസ്ഥയിലാണ് ഈ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളും വലിയ ആശങ്കയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലരും ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ മാറിയിരുന്നെങ്കിൽ പോലും എല്ലാവരും മനസ്സമാധാനമില്ലാതെ ഉറങ്ങുന്നു എന്നുള്ളതാണ് ഇവരുള്ള ആളുകളൊക്കെ തന്നെ പരാതിയായി പറയുന്നത്. നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഈ മറ്റു ഇടങ്ങളിൽ മഴ പെയ്യുന്നത് മൂലം ഈ കടലുണ്ടിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതാണ് നിലവിൽ ഒരു ആശങ്കയായി തുടരുന്നത്. അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ വിവിധയിടങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ രാത്രിയിലും മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ രാവിലെ ആവുന്നതോടുകൂടി കാര്യങ്ങൾ. മലപ്പുറം തിരൂരങ്ങാടിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. സമീർ ബിൻ കരീം അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കമന്റ് ബോക്സിൽ വീണ്ടും ഒരുപാട് പ്രേക്ഷകർ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 4 ജില്ലകളിലാണ് നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലാണത്. മറ്റ് ജില്ലകളുടെ കാര്യത്തിൽ അവധിയുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ നിലനിൽക്കുന്നതിനിടയിലും നിരത്തിൽ ചില അഭ്യാസ പ്രകടനങ്ങൾ നമ്മൾ ഇന്ന് കണ്ടിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കും. അതിനു മുമ്പ് ചെറിയൊരു ഇടവേളയാണ്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിയിക്കുന്നത് തുടരുക. പാലക്കാട് ആലത്തൂർ കാട്ടുശ്ശേരിയിൽ 40ഓളം വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി. പരിക്കേറ്റ കുട്ടികളെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് വളഞ്ഞ് വഴുക്കി റോഡിൽ നിന്ന് മഴ പെയ്തുകൊണ്ട് വഴുക്കി കനാലിക്ക് അങ്ങോട്ട് പോകണു. പെട്ടെന്ന് വീണപ്പോൾ ഞങ്ങൾ പേടിച്ചു. പിന്നെ കമ്പി പിടിച്ച് കയറി വന്നു. പിന്നെ ഞാൻ കയറുമ്പോൾ അപ്പുറത്തെ കനാലിക്ക് പോകണു. പിന്നെ ഞാൻ കമ്പി പിടിച്ച് തൂങ്ങിയിട്ട് ആദ്യം വന്ന് കണ്ടത്തുകൂടെ ഇറങ്ങി. എന്നിട്ട് ആംബുലൻസിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു ബസ്സിൽ. വേറെ ഒന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല അല്ലേ? പേടിച്ചു പോയി. പേടിച്ചു പോയി. കുഴിയിൽ ചാടിയിട്ടാണോ ഈ കനാലിലേക്ക് മറിഞ്ഞത്?
ഈ വണ്ടീൻ്റെ ഫാൾട്ടുകൾ കൊണ്ട് ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഡ്രൈവറിൻ്റെ ഫാൾട്ട് കൊണ്ട് സംഭവിക്കുന്നുണ്ട്, വണ്ടിൻ്റെ പാർട്സുകൾ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഇത് സംഭവിച്ചത് അതായത് ഈ ബസ്സിൻ്റെ ഈ കാലപ്പഴക്കമാണ് ഇതിന് എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് പഴയ വണ്ടികൾ പരമാവധി ഒഴിവാക്കണം. ഈ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടി പരമാവധി സേഫ്റ്റി ആയിട്ടുള്ള വണ്ടികൾ, പുതിയ വണ്ടികൾ അത് ഉപയോഗിക്കുക, അതിന് പറ്റിയ ഡ്രൈവർമാരിനെ വെക്കുക. അതാണ് അതിൻ്റെ യഥാർത്ഥ വശം. കോഴിക്കോട് പാറക്കടവ് ദാറുൽ ഹുദ സ്കൂളിന്റെ ബസ് പിഞ്ചുകുട്ടികളുമായി വെള്ളക്കെട്ടിലിറക്കിയ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യും. നാദാപുരത്ത് പുഴപോലെയായ റോഡിലൂടെ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച ജീപ്പുമായി അപകടയാത്ര നടത്തിയ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തേക്കും. കണ്ണൂർ പാനൂർ കടവത്തൂർ മുണ്ടത്തോടിൽ സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയിരുന്നു. ചമ്പാട് ചേതാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ ബസ്സിൽ നിന്ന് വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കിവിട്ടു എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് മിഥില ബാലൻ, കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ എന്നിവർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം നിഖിൽ പ്രമേഷിലേക്കാണ്. നിഖിൽ, ആലത്തൂരിലുണ്ടായ അപകടം, അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു, കുട്ടികളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം ആരുടെയും ആരോഗ്യനിലയിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ നിഖിൽ? തീർച്ചയായിട്ടും റിജിത്ത്, നമ്മൾ ആശുപത്രിയിൽ എത്തി കുട്ടികളൊക്കെ കണ്ടിരുന്നു. 24 പേരാണ് ചികിത്സയിലുള്ളത്. 24 പേരുടെയും നില തൃപ്തികരമാണ്. ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ കുട്ടികൾക്കുള്ളൂ. ഒരു കുട്ടിക്ക് മാത്രം കൈക്ക് ഒരല്പം കൂടുതൽ പരിക്കുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ കുട്ടികളുടെ ആരോഗ്യനിലയെല്ലാം തൃപ്തികരമാണ്. പക്ഷേ അത്ഭുതകരമായാണ് ഈ 24 കുട്ടികളും രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ തോടിൻ്റെ തന്നെ, ഈ കനാലിൻ്റെ തന്നെ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് നല്ല താഴ്ചയുണ്ടായിരുന്നു. ഒരു പക്ഷേ അവിടെ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നതെങ്കിൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി അല്പം കൂടി വർദ്ധിക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരു കുഴിയിൽ ചാടി പൊടുന്നനെ ഈ ബസ്സിന് നിയന്ത്രണം വിട്ട് ഈ ബസ് കനാലിലേക്ക് മറിയുകയായിരുന്നു. കനാലിലേക്ക് മറിഞ്ഞ ബസ്സിൽ നിന്ന് വലിയ കുട്ടികളുടെ ശബ്ദം കേട്ട് തൊട്ടടുത്ത പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് ആദ്യം ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത്. അവരാണ് മുഴുവൻ കുട്ടികളെയും മുന്നിലെ ചില്ലടക്കം പൊളിച്ചുകൊണ്ട് പുറത്തേക്കെടുത്ത് അവരെ ആംബുലൻസിൽ ആശുപത്രികളിലേക്ക് എത്തിച്ചത്. ആലത്തൂരിലെ ക്രസന്റ് ആശുപത്രിയിലേക്കും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്കുമാണ് കുട്ടികളെ എത്തിച്ചത്. 24 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ജില്ലാ കളക്ടർ എസ് ചിത്ര അല്പസമയം മുൻപ് കുട്ടികളെ സന്ദർശിച്ചു. അവർ പേടിക്കുകയാണ് ഉണ്ടായത്. ആർക്കും കാര്യമായി പരിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോഴും നിലനിൽക്കുന്ന ഒരു പരാതി എന്നുള്ളത് ഈ സ്കൂൾ ബസ്സിന്റെ കാലപ്പഴക്കമാണ്. സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ട്, പക്ഷേ അത് വളരെയധികം കാലപ്പഴക്കമുള്ള ഒരു ബസ്സാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇത്ര പഴക്കമുള്ള ബസ്സിന് എങ്ങനെയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന രക്ഷിതാക്കളും മറ്റും ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരം ചർച്ചകളിലേക്ക് കടക്കേണ്ടുന്ന സാഹചര്യമല്ല ഇത്. കുട്ടികൾ ഓരോരുത്തരായി ഇപ്പോൾ ഈ ആശുപത്രി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് പരിക്ക് ഗുരുതരമല്ലാത്ത കുട്ടികളൊക്കെ ഇപ്പോൾ ആശുപത്രി വിട്ടുകഴിഞ്ഞു. അവർക്ക് പെട്ടെന്നുണ്ടായൊരു ഷോക്കാണ്. അതായത് പൊടുന്നനെ തന്നെ ഈ ബസ്സിലേക്ക് മറയുന്നു, ബസ്സിനുള്ളിലേക്ക് വെള്ളം നിറയുന്നു. അതൊക്കെയാണ് അവരെ ആശങ്കയിലാക്കിയത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. റിജിത്ത്, ശരി. പാടത്ത് ജോലി ചെയ്യുകയായിരുന്നു തൊഴിലാളികൾ. അവർ ഓടിയെത്തി അപകടത്തിൽപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് പാറക്കടവ് ദാറുൽ ഹുദ സ്കൂളിൻ്റെ ബസ് പിഞ്ചുകുട്ടികളുമായി വെള്ളക്കെട്ടിലേക്ക് ഇറക്കിയ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യും. നേരത്തെ ചില പ്രേക്ഷകരെങ്കിലും അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബസ്സിൻ്റെ പകുതിയോളം വെള്ളം എത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ബസ് ആ വെള്ളത്തിലേക്ക് ഇറക്കുന്ന നില ഉണ്ടായി. അതുപോലെ നാദാപുരത്ത് പുഴപോലെയായ റോഡിലൂടെ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച ജീപ്പുമായുള്ള യാത്ര. ഈ രണ്ട് സംഭവങ്ങളുടെയും വിവരങ്ങൾ മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് നൽകും. വിവരങ്ങൾ മിഥില. രണ്ട് സംഭവങ്ങളാണ് കോഴിക്കോട്ട് നിന്നുണ്ടായത്. ഒന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ സ്കൂൾ ബസ്സാണ് വെള്ളക്കെട്ടിലൂടെ വിദ്യാർത്ഥികളുമായി, അതായത് പിഞ്ചു കുഞ്ഞുങ്ങളാണ്, LKG UKG വിദ്യാർത്ഥികളാണ്, 25ഓളം വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികളുമായി വെള്ളക്കെട്ടിലൂടെ ബസ് പോയത്. ഈ ബസ് ഇങ്ങനെ വെള്ളക്കെട്ടിലൂടെ പോകുന്നത് കണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. പിന്നീട് കുട്ടികളെ മറ്റൊരു ബസ്സിലാണ് സ്കൂളിലേക്ക് മാറ്റിയത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി സ്കൂൾ പ്രിൻസിപ്പൽ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇതിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഭവം നടന്നത് പാറക്കടവിലാണ്. പാറക്കടവ് ദാറുൽ ഹുദ സ്കൂൾ ബസ്സാണ് ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടായത്. മറ്റൊന്ന് ഒരു ജീപ്പ് വെള്ളക്കെട്ടിലൂടെ വിദ്യാർത്ഥികളുമായി ജീപ്പ്, അതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ടിലൂടെയാണ് ആ ജീപ്പ് കുട്ടികളുമായി, നിറയെ കുട്ടികളും ആ ജീപ്പിലുണ്ട്, ഇത്തരത്തിൽ അപകടകരമായ ഒരു സാഹസിക യാത്ര നടത്തിയത്.
ഈ ഒരു സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ വൈറലായി. തൊട്ടു പിന്നാലെ നാദാപുരം പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. മാത്രമല്ല എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വേണ്ടി നാദാപുരം പോലീസിന് റൂറൽ എസ് പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡ്രൈവർക്കെതിരെ കേസെടുക്കണമെന്ന ഒരു നിർദ്ദേശമാണ് റൂറൽ എസ് പി ഈ സംഭവത്തിൽ നൽകിയിട്ടുള്ളത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൂർ ചമ്പാട് ചേതാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ ബസ്സിൽ നിന്ന് വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കി വിട്ടു എന്നുള്ള പരാതിയും ഉയർന്നിരുന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നു. സജോ, വിവരങ്ങൾ സജോ. റിജിത്ത്, രണ്ട് സ്കൂൾ ബസ്സുകളുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഇന്ന് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാനൂർ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് വലിയൊരു വെള്ളക്കെട്ടിന് മുന്നിൽ വെച്ച് 20 വിദ്യാർത്ഥികളെ ഇറക്കിവിട്ട സ്കൂൾ ബസ് തിരികെ പോവുകയാണ് ചെയ്തത്. അതായത് ഉണ്ടമൊട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, അവിടെ വെച്ച് ഇറക്കി വിടുകയാണ് വിദ്യാർത്ഥികളെ ചെയ്തത്. സാധാരണ ആ കൂരാറ ഭാഗത്തൊക്കെ വലിയ വെള്ളക്കെട്ടാണ്. സാധാരണ ഈ ബസ് പോകുന്ന വഴിയിൽ കനത്ത വെള്ളക്കെട്ടായിരുന്നു. ആ വെള്ളക്കെട്ടിന് മുന്നിൽ വെച്ച് 20 വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടതിന് ശേഷം ആ സ്കൂൾ ബസ് തിരികെ പോയി. പിന്നീട് അവിടെയുള്ള നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ വിദ്യാർത്ഥികളൊക്കെ അവിടെ കൂടി നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർ അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടികളെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഈ സ്കൂൾ ബസ് തിരികെ മടങ്ങി. അതായത് ഈ കുട്ടികൾ ഏതെങ്കിലും നിലയ്ക്ക് ആ വെള്ളക്കെട്ട് മറികടക്കാൻ ശ്രമിച്ചാൽ വലിയ ദുരന്തത്തിലേക്കും അപകടത്തിലേക്കും അത് വഴിമാറും. അപ്പോൾ സ്കൂൾ ബസിന്റെ ഡ്രൈവർ നൽകിയ ഒരു വിശദീകരണം എന്ന നിലയ്ക്ക് സ്കൂൾ അധികൃതർ പറയുന്നത്, കുട്ടികൾ തങ്ങൾ ഇനി സ്വയം പൊയ്ക്കോളാം, സാധാരണ പോകുന്ന വഴിക്ക് ബസ് പോകില്ലല്ലോ, അവിടെ വലിയ വെള്ളക്കെട്ടല്ലേ, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇറക്കി വിട്ടു എന്നതാണ്. പക്ഷേ അതെന്തൊരു ബാലിശമായ വിശദീകരണമാണ്. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് വലിയ പ്രതിഷേധം ഉയർന്നു. സ്കൂൾ അധികൃതർക്കെതിരെ പരാതിയും പ്രതിഷേധവും ഒക്കെയായി. പിന്നീട് അതേ ബസ് തന്നെ തിരികെ എത്തിച്ചു. അതിനുശേഷം ഈ വിദ്യാർത്ഥികളെ കയറ്റി ബദൽ പാതയിലൂടെ മറ്റു വഴികളിലൂടെ ആ വിദ്യാർത്ഥികളെയൊക്കെ ഏറ്റവും അടുത്ത സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇറക്കുകയാണ് ചെയ്തത്. ആ കാര്യത്തിൽ ഉത്തരവാദിത്തരഹിതമായ ഒരു പെരുമാറ്റം ഈ സ്കൂൾ ബസിന്റെ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ്. മറ്റൊന്ന്, ഈ പാനൂരിൽ തന്നെ അവിടെയുള്ള ഈ കടവത്തൂർ എന്ന സ്ഥലത്തുള്ള ഒരു സ്ഥലത്തേക്ക്, അതായത് അവിടെ KKV PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഒരു 10 വിദ്യാർത്ഥികൾ ആ ബസ്സിലുണ്ടായിരുന്നു. അതുവഴി അവർ കടവത്തൂർ ഭാഗത്തു നിന്ന് എത്തിയ ആ ഘട്ടത്തിൽ അവിടെ റോഡിൽ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ വെള്ളക്കെട്ടിലേക്ക് വാഹനം ഇറക്കരുത് എന്ന് അവിടെയുള്ള നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് ഈ വാഹനം ആ വെള്ളക്കെട്ടിലേക്ക് ഇറക്കി. പിന്നീട് അതിൻ്റെ ഒത്ത മധ്യത്തിൽ വെച്ച് ഏതാണ്ട് പകുതിയോളം ആ ബസ് മുങ്ങി. ഒത്ത മധ്യത്തിൽ വെച്ച് ആ ബസ് ഓഫായി പോയി. പിന്നീട് അവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ വേഗത്തിൽ ഇടപെട്ടവർ ആ കുട്ടികളെ ആദ്യം സുരക്ഷിതമായി മാറ്റി. പിന്നീട് ആ വാഹനവും നാട്ടുകാരൊക്കെ ചേർന്ന് തള്ളിയാണ് പുറത്തേക്ക് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. കൃത്യമായി മുന്നറിയിപ്പ് ആദ്യം വന്നപ്പോൾ തന്നെ ആ നാട്ടുകാർ അങ്ങോട്ടേക്ക് ഇറക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ വലിയ വെള്ളക്കെട്ട് പാതയിലുണ്ടായിരുന്നു. ആ ബസ് അവിടെ മുങ്ങിപ്പോയി, അത് ഓഫായി പോയി. ആ ഘട്ടത്തിൽ തന്നെ അവിടെയുള്ള നാട്ടുകാർ ഇടപെടുകയും അതിൽ കാര്യക്ഷമമായ ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് സമയോചിതമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മറ്റ് അപകടങ്ങളും ദുരന്തങ്ങളും ഒന്നും ഉണ്ടായില്ല. പക്ഷേ ആ മുന്നറിയിപ്പ് ആ ഡ്രൈവർ, ആ KKV PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ബസിന്റെ ഡ്രൈവറാണ് ഇങ്ങനെ ഈ കുട്ടികളെയും വെച്ച് ഈ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. അത് ആ മുന്നറിയിപ്പ് കൂടി അദ്ദേഹം അവഗണിച്ചു എന്നാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ന് മുഴുവൻ സ്കൂളുകൾക്ക് അവധി നൽകാത്തത് യഥാർത്ഥത്തിൽ ഈ സ്ഥിരമുള്ള പല സ്കൂൾ ബസ് ഡ്രൈവർമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നത് സ്കൂളിന് അവധി നൽകിക്കൂടായിരുന്നു, അങ്ങനെയെങ്കിൽ ഈ കുഴപ്പം വരില്ലായിരുന്നല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും അങ്ങനെയുള്ള വാദങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ കുരുന്നുകളെ കൊണ്ട് സാഹസിക യാത്ര നടത്തുക എന്നത് ഒട്ടും അഭികാമ്യമായ കാര്യമല്ല. ഈ രണ്ട് സംഭവങ്ങളാണുള്ളത്. നേരത്തെ ഈ 2 സ്കൂൾ ബസ്സുകളുടെയും കാര്യത്തിൽ നടപടി വേണം എന്ന ആവശ്യം നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോഴിക്കോട് കുറ്റ്യാടിയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് കനത്ത മഴ തുടരുന്നുണ്ട്. കുറ്റ്യാടിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കുറ്റ്യാടി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, വിവരങ്ങൾ. ശ്രീജിത്ത്, കോഴിക്കോട് ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ, മലയോര മേഖലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ കുറ്റ്യാടി, നാദാപുരം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായിട്ടുള്ളത്. കൊയിലാണ്ടി കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വലിയ രീതിയിലുള്ള കാറ്റാടി മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത്. വില്യാപ്പള്ളിയിലാണ് കിണർ ഇടിഞ്ഞു വീണത്. അത് അപകടകരമായ ഒരു കാര്യം എന്നത് ഏറ്റവും അത്ഭുതകരമായ ഒരു വീട്ടമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട്. വെള്ളം കോരുന്നതിനിടെ അസാധാരണമായ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഉടൻ തന്നെ അവർ അവിടെ നിന്നും ഓടുകയായിരുന്നു. അവർ ഓടിയ ഉടൻ തന്നെയാണ് ഈ കിണറും ആൽമറയും കുളിമുറിയും എല്ലാം തന്നെ ഇടിഞ്ഞു താഴ്ന്നു വീണത്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ കെടുതിയാണ് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചുഴലിക്കാറ്റുണ്ടായ ഒരു സാഹചര്യവും ഉണ്ടായി. രാവിലെ തുടങ്ങിയ മഴ അതിശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ശരി,
മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. മലപ്പുറത്തും അതിശക്തമായ മഴയാണ് ഇന്നലെ മുതൽ അനുഭവപ്പെടുന്നത്. എടക്കര പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി മുപ്പിനി പാലം മുങ്ങിയിരിക്കുന്നു. നാടുകാണി ചുരത്തിലെ തണുപ്പൻ ചോലയിൽ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു. 15 മീറ്റർ നീളത്തിലാണ് ഈ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. കൊണ്ടോട്ടി പെരുവള്ളൂർ കുന്നത്ത് പറമ്പിൽ ജലസംഭരണിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ഷഹദ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സംഭവങ്ങളുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? മലപ്പുറം ജില്ലയുടെ പൊതുവായുള്ള സാഹചര്യം എങ്ങനെ? മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ ഷാദ്? റിജിത്ത്, മലപ്പുറം നഗരത്തിൽ ഇടവിട്ടുള്ള മഴയാണ് പെയ്യുന്നതെങ്കിൽ മലയോര മേഖലയിൽ തുടർച്ചയായിട്ട് അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. പ്രത്യേകിച്ച് കാറ്റുമുണ്ട്. ഈ കാറ്റുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിൽ ഉടനീളം നമുക്ക് കാണാനാകുന്നത്. അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയും ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ട്. ഇന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. നിലവിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. മറിച്ച് ബന്ധുവീടുകളിലേക്കും മറ്റും പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ അധികം ആളുകൾ മാറ്റി പാർപ്പിക്കാനുണ്ടെങ്കിൽ മാത്രമേ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതുള്ളൂ എന്നൊരു നിലപാടിലാണ് ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. അല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് നിലമ്പൂരിൽ തന്നെ ഈ ആദിവാസി ഊരുകളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ആളുകൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത്തരം ആളുകൾക്ക് ഭക്ഷ്യദാനങ്ങളും മറ്റും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള തീരുമാനം ജില്ലാ കളക്ടർ ഇന്ന് കൈക്കൊണ്ടു. അതിന്റെ നിർദ്ദേശം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുകയും ഉണ്ട്. ഏറ്റവും പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് അല്പം മുമ്പ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം എടക്കരയിലെ പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നു എന്നുള്ളതാണ്. മുപ്പിനി പാലം പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇതിന് മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ വെള്ളം ഉയർന്നു എന്നറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകൾ കാഴ്ച കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാഴ്ചക്കാർ ഇവിടേക്ക് വരരുത് എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നതും അല്ലാതെയും യാത്ര ചെയ്യുന്ന ആളുകളോടാണ്. കേരള തമിഴ്നാട് അതിർത്തിയായ നാടുകാണി ചുരത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു വേണം ഇതുവഴി യാത്ര ചെയ്യാൻ എന്നൊരു നിർദ്ദേശമാണ് അല്പസമയം മുൻപ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളൊക്കെ അല്പസമയം മുൻപ് ഇവിടെ വന്ന് പരിശോധന നടത്തി. നാളെ വിദഗ്ധ സംഘം അവിടെ പരിശോധന നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും. ഈ മേഖലയിൽ പ്രത്യേകം ഒരു ചുവന്ന റിബൺ കെട്ടി തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നാടുകാണി ചുരത്തിന്റെ ഒരു വശത്തോടു കൂടി മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ വാഹനങ്ങൾ കയറ്റിവിടുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ എടവണ്ണ പത്ത് പിരിയത്തിൽ ഒരു വീട് തകർന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. കളരിക്കൽ ലക്ഷ്മിയുടെ വീടാണ് ഇന്ന് തകർന്നത്. തലനാരിഴയ്ക്കാണ് ഇന്നലെ രാത്രി ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം കനത്ത മഴയെ തുടർന്ന് ഇവരുടെ മകന്റെ വീട്ടിലേക്ക് ഇവർ മാറി താമസിക്കുകയായിരുന്നു. എന്നാൽ ഈ മാറി താമസിച്ച മണിക്കൂറുകൾക്കകമാണ് ഈ വീട് പൂർണ്ണമായിട്ടും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൊട്ടടുത്താണ് മകന്റെ വീടുണ്ടായിരുന്നത്. ഈ മകന്റെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാടാമ്പുഴ റോഡിൽ പഴമള്ളൂരിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ ബൈക്ക് യാത്രക്കാരൻ ബൈക്ക് അവിടെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതും സമാനമായ രീതിയിൽ തലനാരിഴയ്ക്കാണ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്ന് വേണം നമുക്ക് ആ ഒരു ഘട്ടത്തിൽ പറയാൻ. അതുപോലെ തന്നെ കൊണ്ടോട്ടി പെരുവള്ളൂർ കുന്നത്ത് പറമ്പ് വെള്ള ടാങ്കിന് സമീപത്ത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ മേഖലയിൽ താമസിക്കുന്ന 5ഓളം കുടുംബങ്ങളോട് ഇവിടെ നിന്നും മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 5ഓളം കുടുംബങ്ങളാണ് അപകട ഭീഷണിയിൽ നിൽക്കുന്നത്. ഈ മണ്ണ് നേരെ താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഈ വീടുകളെ ബാധിക്കും. അതുകൊണ്ട് ഈ 5ഓളം കുടുംബങ്ങളോട് ഇവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ 2 കുടുംബമാണ് ഇവിടെ നിന്നും മാറി താമസിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയായിരുന്നു ഇന്ന് അല്പസമയം മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ മലപ്പുറം ജില്ലയുടെ പൊതുവായുള്ള മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ചിലയിടങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ പനിക്കണക്ക് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. അത് സംസ്ഥാനത്ത് ഇന്ന് 4 പനിമരണം എന്നുള്ളതാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളും ഷിഗല്ല ബാധിച്ച ഒരാളും മരിച്ചിരിക്കുന്നു. 12,678 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയിരിക്കുന്നത്. അതായത് പ്രതിദിന പനിബാധിതരുടെ എണ്ണം 12,000-ന് മുകളിൽ, 13,000-ന് തൊട്ടരികെ നിൽക്കുന്നു എന്നുള്ളതാണ്. 145 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജാഗ്രത തുടരണം എന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ട്. അതിനിടയിൽ
ഈ കണക്കുകൾ പുറത്തു വരുന്നു, അത് പ്രേക്ഷകരെ അറിയിച്ചു എന്ന് മാത്രം. കനത്ത മഴയിൽ തൃശൂർ കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു. മദ്രസയ്ക്ക് അവധിയായതിനാൽ വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നു. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്താണ് സൂരജ്? രാവിലെ മുതൽ ഉച്ചവരെ മഴ തൃശ്ശൂരിൽ മാറി നിൽക്കുകയായിരുന്നുവെങ്കിൽ വൈകുന്നേരത്തോടു കൂടി മഴ തൃശ്ശൂരിൽ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിവിധ മേഖലകളിൽ മഴ കനത്തു എന്ന റിപ്പോർട്ടുകളാണ് ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഈ ഒരു അപകട വാർത്ത വന്നിരിക്കുന്നത് ഈ കൊടുങ്ങല്ലൂരിലാണ്. കൊടുങ്ങല്ലൂരിൽ ഈ മദ്രസ കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു. കട്ടൻ ബസാറിന്റെ വടക്കു ഭാഗത്തുള്ള ഈ മദ്രസ കെട്ടിടമാണ് ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി തകർന്നത്. ഇതിന്റെ മേൽക്കൂര തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഈ മഴ കനത്തതോടുകൂടി തിങ്കളാഴ്ച മുതൽ ഇവിടെ ഈ മദ്രസ പഠനത്തിന് വന്നിരുന്ന വിദ്യാർത്ഥികൾക്ക് അവധി കൊടുത്തിരുന്നു. 30 വിദ്യാർത്ഥികളായിരുന്നു ഇവിടെ പഠനം നടത്തിയിരുന്നത്. അതോടൊപ്പം 3 അധ്യാപകരും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ഈ മഴ കനത്ത പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച മുതൽ അവധി കൊടുത്തതാണ് ഈ ഒരു അപകടം ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു വശത്ത് ഇപ്പോൾ ഈ ക്യാമ്പുകളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഈ മഴയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ 11 ക്യാമ്പുകൾ തുറന്നു എന്നുള്ളതാണ്. കനത്ത മഴയിൽ 5 താലൂക്കുകളിലായാണ് ഇപ്പോൾ ഈ 11 ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. 54 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 58.33 മില്ലിലിറ്റർ മഴ ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. 17 വീടുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ഭാഗികമായി തകർന്നത്. ഒരു വീട് പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉച്ചവരെ മാറി നിന്ന മഴ വൈകുന്നേരത്തോടു കൂടി വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലാ ഭരണകൂടമാകട്ടെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദുരന്ത നിവാരണ സേനയടക്കം എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സസൂക്ഷ്മമായി ജില്ലയിലെ കാര്യങ്ങൾ വിലയിരുത്തി വരികയാണെന്നും അറിയിക്കുന്നു. 3 ഡാമുകൾ നിലവിൽ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഒടുവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ടി.കെ. ശരി, സൂരജ് സജി തൃശ്ശൂർ ജില്ലയിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മഴയ്ക്കൊപ്പം തന്നെ നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ട, ആശങ്കയോടുകൂടി കാണേണ്ട ഒന്നാണ് ഈ പകർച്ചപ്പനി. സംസ്ഥാനത്ത് പേമാരിക്കൊപ്പം പകർച്ചപ്പനിയും പിടിമുറുക്കുന്നുണ്ട്. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് പുറത്തു വന്ന കണക്ക് അത് 12,000-ന് മുകളിൽ തന്നെ 13,000-ന് തൊട്ടരികെയായി നിൽക്കുകയാണ്. ഈ മാസം ഇതുവരെ 48 പേരാണ് കേരളത്തിൽ പനി ബാധിച്ച് മരിച്ചത്. രോഗം ബാധിക്കുന്നവർ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കാലവർഷം ശക്തമായതോടെയാണ് സംസ്ഥാനത്ത് പകർച്ചപ്പനി കേസുകളും രൂക്ഷമായത്. പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിനൊപ്പം മരണസംഖ്യയും ഉയരുന്നു. ഇതോടെയാണ് ആരോഗ്യവകുപ്പ് കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയത്. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി, എലിപ്പനി, H1N1, മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ആശങ്ക സൃഷ്ടിക്കുന്നു. ജൂണിൽ 78 പേർ പനി ബാധിച്ച് മരിച്ചപ്പോൾ ഈ മാസം ഇന്നലെ വരെ പനി 48 പേരുടെ ജീവനെടുത്തു. പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുമ്പോഴാണ് ഈ കണക്ക്. വർഷങ്ങൾക്ക് ശേഷം കോളറ റിപ്പോർട്ട് ചെയ്തതും മലബാറിലെ മലമ്പനി ബാധയും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മലപ്പുറത്തും എറണാകുളത്തും കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. കൊച്ചി, കളമശ്ശേരി നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനിയും പകർച്ചപ്പനിയും വ്യാപകമാണ്. കുട്ടികളിലേക്ക് വൈറൽ പനി പടരുന്നതിലും ആശങ്കയുണ്ട്. സ്വയം പ്രതിരോധവും വിദഗ്ധ ചികിത്സയും വഴി പകർച്ചപ്പനിയെ നേരിടാം. മഴയ്ക്കൊപ്പം പലയിടത്തും വെള്ളക്കെട്ടുണ്ടായതും പകർച്ചപ്പനി വ്യാപനത്തിന് കാരണമായി. കഴിഞ്ഞ വർഷത്തേക്കാൾ രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നു. അടുത്ത 5 ദിവസം കൂടി സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. സംസ്ഥാനത്ത് ഇന്ന് പനി ബാധിച്ച് 4 പേർ മരിച്ചിരിക്കുന്നു. 15 പേർക്ക് എലിപ്പനിയും 145 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കണക്കുകളുടെ വിശദാംശങ്ങൾ അത് തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് നൽകും. പ്രതീഷ്, വിവരങ്ങൾ എങ്ങനെയാണ് പ്രതീഷ്? റിജിത്ത്, സംസ്ഥാനത്ത് പനി ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് 12,678 രോഗികളാണ് പനി ബാധിച്ച സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിൽ 145 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 369 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെയാണ് ഇന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. 15 പേർക്ക് എലിപ്പനിയും സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 4 പനിമരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ ഒരാൾ മഞ്ഞപ്പിത്തം ബാധിച്ചും ഒരാൾ മസ്തിഷ്ക ജ്വരം ബാധിച്ചും ഒരാൾ ഷിഗല്ല രോഗം ബാധിച്ചും മരിച്ചിരിക്കുന്നു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് പറയുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പനി
രോഗബാധിതർ ഉള്ളത്. തുടർച്ചയായി മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് 2373 രോഗികളാണ് മലപ്പുറം ജില്ലയിൽ പനി ബാധിച്ച ചികിത്സ തേടിയത്. തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളം ജില്ലയിലും 1000-ന് മുകളിലാണ് രോഗികളുടെ എണ്ണം. ഈ മരണസംഖ്യ ഉയരുന്നത് വലിയ ജാഗ്രതയോടെ കാണണമെന്നതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. പ്രായമാകാത്തവരിലും ഒപ്പം ഗുരുതര രോഗമുള്ളവർക്കും പെട്ടെന്ന് തന്നെ ഈ പനി ബാധിച്ചാൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന കാര്യം. വരും ദിവസങ്ങളിലും ഡെങ്കിപ്പനി കേസുകൾ ക്രമാതീതമായി ഉയരാനുള്ളൊരു സാധ്യത ആരോഗ്യവകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഈ പനി മരണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതെ അപേക്ഷിച്ച് പനി മരണങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നു. അനുബന്ധമായി പകർച്ചവ്യാധികളും സംസ്ഥാനത്ത് പിടിമുറക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേക ജാഗ്രതയോടുകൂടി പൊതുജനങ്ങൾ മുന്നോട്ട് പോകണം. സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. റിജിത്ത. ശരി, MG പ്രതീഷ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പനിക്കണക്ക്, പനിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കണക്ക് വിശദീകരിക്കുകയായിരുന്നു MG പ്രതീഷ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറത്തു വരുന്ന ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് എന്നുള്ളതാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി 4 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 25ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിനായി NDRF സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, പുതിയ വിവരങ്ങൾ എന്താണ്? രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലാണ്? അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽവേ, എങ്കിലും അന്വേഷണം അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. എങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ടോ ബൽറാം ഈ ഘട്ടത്തിൽ? റിജിത്ത്, രക്ഷാപ്രവർത്തനം ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എങ്കിൽ പോലും ട്രെയിനിന്റെ തെറിച്ചുപോയ ബോഗികളെല്ലാം തന്നെ മാറ്റി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ ആരെങ്കിലും ഈ ബോഗികൾക്ക് അകത്ത് കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയാണ് ഇപ്പോൾ NDRFന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ പ്രത്യേക സംഘം ക്രെയിൻ അടക്കമുള്ള പ്രത്യേക രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ട്രെയിൻ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുപയോഗിച്ച് ഈ ബോഗികൾ ഉയർത്തിയാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഈ റെയിൽവേ ഇക്കാര്യത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമായും ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒരു സംശയം എന്നുള്ളത് അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്നുള്ളതാണ്. ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പായി ഒരു സ്ഫോടന ശബ്ദം കേട്ടതായി ഈ ലോക്കോ പൈലറ്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അട്ടിമറി സാധ്യതകൾ അടക്കം പരിശോധിക്കുമെന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം. ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയായിരിക്കും ഈ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുക. പോലീസിന്റെ സഹായവും ഇതിനായി തേടുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗോണ്ട ജില്ലയിൽ ഈ അപകടം ഉണ്ടായത്. ചണ്ഡീഗഡിൽ നിന്നും ദിബ്രുഗഡിലേക്ക്, അസമിലെ ദിബ്രുഗഡിലേക്ക് പോകുകയായിരുന്ന ട്രെയിനാണ് പാളം തെറ്റി അപകടത്തിൽപ്പെട്ടത്. 12ഓളം ബോഗികളാണ് പാളത്തിൽ നിന്നും തെന്നി മാറിയത്. ഈ സാമാന്യ വേഗതയിലായിരുന്നു ഈ ഘട്ടത്തിൽ ട്രെയിൻ എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. കാരണം പല ബോഗികളും AC കോച്ചുകൾ അടക്കം തലകീഴായി മറിഞ്ഞ നിലയിലാണ് അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നത്. 4 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. 25ഓളം പേർ പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മഴ ശക്തമായ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിങ്ങനെയാണ്: ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അതത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസുമായി ആലോചിച്ച് തീരുമാനമെടുക്കാം എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ഇക്കാര്യത്തിൽ അനുയോജ്യമായ തീരുമാനം കൈക്കൊള്ളാം. അതേസമയം ആവശ്യമായ ഘട്ടങ്ങളിൽ ജില്ലാതലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കും എന്നുള്ള കാര്യവും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്.